ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബോൾഡ് ആൻഡ് ബൗണ്ട്ലെസ്. ചാനൽ ആദ്യമായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിലെ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കും. ഇന്ന് പറയാൻ പോകുന്നത് ഒരു കഥയാണ്. ആകാശവിസ്മയങ്ങൾ സ്വപ്നം കണ്ട ഒരു പെൺകുട്ടിയുടെ കഥ. പൾസറുകൾ എന്നറിയപ്പെടുന്ന ന്യൂട്രോൺ നക്ഷത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് അരപ്പതിറ്റാണ്ടിലേറെ പഴക്കമുണ്ട്. ഈ ഒരു കണ്ടുപിടുത്തത്തിന് അരപ്പതിറ്റാണ്ടിലേറെ നീണ്ടു നിൽക്കുന്ന വിവേചനത്തിൻ്റെയും അവഗണനയുടെ ഒരു ചരിത്രം പറയാനുണ്ട്. പൾസറുകളുടെ കണ്ടുപിടുത്തത്തിൽ മുഖ്യ പങ്കുവഹിച്ച ഒരു വനിതയുണ്ടായിരുന്നു. എന്നാൽ നോബൽ സമ്മാനം പ്രഖ്യാപിച്ചപ്പോൾ ഈ വനിതയുടെ പേര് എവിടെയും തന്നെ ഇല്ലായിരുന്നു. ആരാണവർ? ജോസ്ലിൻ ബെൽ ബേണൽ. വടക്കൻ അയർലൻഡിലെ ലുർഗാനിൽ ജനനം. അച്ഛൻ ജ്യോതിശാസ്ത്രത്തിൽ അതീവ തൽപരനായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ അച്ഛൻ്റെ ജ്യോതിശാസ്ത്ര ഗ്രന്ഥങ്ങൾ വായിക്കുകയും അതിനോട് ആകർഷിക്കപ്പെടുകയും ചെയ്തു. ലുർഗാനിലെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി ലുർഗാനിൽ തൻ്റെ നാട്ടിൽ തന്നെയുള്ള കോളേജിൽ ബിരുദ വിദ്യാഭ്യാസം ശാസ്ത്രത്തിൽ ബിരുദം നേടാൻ ആഗ്രഹിച്ചു. കോളേജിൽ അഡ്മിഷന് പോയപ്പോൾ നേരിടേണ്ടി വന്നതും അവഗണന തന്നെയായിരുന്നു. അവർ പറഞ്ഞത്, പെൺകുട്ടികൾക്ക് ശാസ്ത്ര പഠനം നമ്മൾ അനുവദിക്കില്ല, പാചകമോ തയ്യലോ പഠിക്കാം. അവരുടെ പ്രതിഷേധം അവർ രേഖപ്പെടുത്തി. 11ാം തരം ദയനീയമായി പരാജയപ്പെടേണ്ടി വന്നിട്ടുണ്ട് ജോസ്ലിന്. പക്ഷെ പിന്നീട് തോൽവി സമ്മതിക്കാതെ കൂടുതൽ പഠിച്ചു മുന്നേറി. വർഷങ്ങൾ കഴിഞ്ഞു. ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബിരുദവും കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റും നേടി. ഗവേഷണത്തിൽ ഗൈഡായിരുന്നത് ആൻ്റണി ഹെവിഷ് ആയിരുന്നു. പിന്നീട് ആൻ്റണി ഹെവിഷിൻ്റെ കൂടെ തന്നെ ഗവേഷണ പ്രവർത്തികളിലേക്കും കാര്യങ്ങളിലേക്കും കടന്നു. അവർ 3 പേർ. ആരൊക്കെയാണ് ആ 3 പേർ? ആൻ്റണി ഹെവിഷ്, മാർട്ടിൻ റൈൽ, ജോസ്ലിൻ. ഇവർ 3 പേരും ചേർന്ന് ക്വാസറുകളെ നിരീക്ഷിക്കാനും ആ നക്ഷത്രങ്ങളെ കണ്ടുപിടിക്കാനും വേണ്ടിയിട്ട് ഒരു ടെലസ്കോപ്പ് നിർമ്മിച്ചു. നിരന്തരം അവരതിനു വേണ്ടിയിട്ട് തന്നെ പ്രവർത്തിച്ചു. യാദൃശ്ചികമായിട്ടാണ് ജോസ്ലിൻ്റെ കൺമുമ്പിലേക്ക് ഒരു സിഗ്നൽ വന്നു പെട്ടത്. കൃത്യമായ ഇടവേളകളിൽ സ്പന്ദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സിഗ്നൽ, ലിറ്റിൽ ഗ്രീൻ മാൻ 1, അതാണ് ആ സിഗ്നലിൻ്റെ പേര്. ഈ ഒരു സിഗ്നലുകൾ കൃത്യമായ ഇടവേളകളിൽ സ്പന്ദിക്കുന്നുണ്ട്. കാരണം എന്താണ്? ഈ ഒരു സിഗ്നൽസ് വന്നുകൊണ്ടിരുന്നത് സ്പന്ദിക്കുന്ന നക്ഷത്രങ്ങൾ എന്നറിയപ്പെടുന്ന പൾസാറിൽ നിന്നാണെന്ന് മനസ്സിലായി. അതിവേഗത്തിൽ കറങ്ങുന്ന ഈ ഒരു നക്ഷത്രത്തിൽ നിന്ന് വൈദ്യുത തരംഗങ്ങൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെയൊരു സിഗ്നലിൻ്റെ രൂപത്തിൽ അത് വന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ ഒരു കണ്ടുപിടുത്തം നടത്തുമ്പോൾ ജോസ്ലിൻ്റെ പ്രായം വെറും 23 വയസ്സാണ്. 1974 ഊർജ്ജതന്ത്രത്തിനുള്ള നോബൽ പ്രൈസ് പ്രഖ്യാപിച്ചപ്പോൾ ജേതാക്കളായിരുന്നത് ഈ ഒരു കണ്ടുപിടുത്തത്തിന്, പൾസറുകളുടെ കണ്ടുപിടുത്തത്തിന് ആൻ്റണി ഹെവിഷും മാർട്ടിൻ റൈലും ആയിരുന്നു. ഇതാദ്യമായി നിരീക്ഷിച്ച ജോസ്ലിനോ തഴയപ്പെട്ടു. വെറും 23 വയസ്സുള്ള വനിത. ഈ ഒരു പ്രായത്തിൽ നോബൽ നേടരുതെന്നുള്ള ഹെവിഷിൻ്റെയും റൈലിൻ്റെയും ചിന്തയായിരിക്കാം. എന്താണെങ്കിലും ഇതിനുശേഷം വലിയ കോൺട്രവേഴ്സി ഉണ്ടാവുകയും, എന്നാൽ അതിനോട് ജോസ്ലിൻ പ്രതികരിച്ചത്, എൻ്റെ ഗൈഡ് ഒരു പ്രബന്ധം ഉണ്ടായി, അതിൻ്റെ ഗൈഡിന് നോബൽ കിട്ടിയെങ്കിൽ അതിലെന്താണ് തെറ്റ് എന്നാണ്. പക്ഷേ ശാസ്ത്രലോകം ഒരേ സ്വരത്തിൽ ചോദിച്ചു. ഗൈഡിന് മാത്രമല്ല, സഹപ്രവർത്തനം കിട്ടിയിട്ടുണ്ട് നോബൽ. ജോസ്ലിന് എവിടെയും സ്ഥാനം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്തു. പിന്നീട് ഒരുപാട് അംഗീകാരങ്ങൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എങ്കിൽ പോലും അർഹിക്കപ്പെട്ട അംഗീകാരം തഴയപ്പെട്ട നമ്മുടെ ജോസ്ലിൻ്റെ കഥയാണ് ഞാനിന്ന് പറഞ്ഞത്. വിജയങ്ങൾ ഒരുപാടുണ്ടാകും, വൻ വിജയങ്ങളുണ്ടാകും. പക്ഷേ എല്ലാവർക്കും വൻ വിജയങ്ങളിലെത്തിയ എല്ലാവർക്കും തന്നെ ഒരു പരാജയത്തിൻ്റെ കഥയും അവർ നടന്നു വന്ന വഴികളും പറയാനുണ്ടാകും. ജോസ്ലിൻ്റെ കഥയായിരുന്നില്ല ഇത്, ജീവിതമായിരുന്നു. 100% സിൻസിയറായിട്ട് ഇഷ്ടപ്പെട്ട മേഖലയ്ക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻസ് ചെയ്തിട്ടും തഴയപ്പെട്ടു. ശാസ്ത്രലോകത്ത് ഇതുപോലെ ഒരുപാട് പേരുടെ കഥകൾ ഇനിയും പുറത്തേക്ക് വരാനുണ്ട്. ഒരുപാട് പേരുടെ കഥകൾ നമുക്കറിയാം. നിങ്ങൾക്ക് ഇതുപോലുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാമോ? കൂടുതൽ കഥകളും വിശേഷങ്ങളും ശാസ്ത്രലോകത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം.